Leaferial പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പല്ലുവേദന കൊണ്ട് വളരെ കഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ്. അതായത് പല്ലുവേദന പെട്ടെന്ന് സുഖപ്പെടുത്താൻ കഴിവുള്ളതും മറ്റു പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് നാം ഈ വീഡിയോയിലൂടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പല്ലുവേദനയ്ക്ക് ഏറ്റവും റിസൾട്ടുള്ള ഒരു ഔഷധമാണ് ചിറ്റരത്ത എന്ന് പറയുന്നത്. ഇതാണ് ചിറ്റരത്ത. ഇഞ്ചി പോലെ വളരുന്ന മണ്ണിനടിയിലുണ്ടാവുന്ന ഒരു ഔഷധമാണ് ചിറ്റരത്ത. ഓക്കെ, ചിറ്റരത്ത ആയുർവേദ അങ്ങാടി കടകളിൽ കിട്ടുന്ന ഒരു ഔഷധമാണ്. പല്ലുവേദനയ്ക്ക് എങ്ങനെയാണ് ചിറ്റരത്തയുടെ പ്രയോഗം എന്ന് നമുക്ക് നോക്കാം. ചിറ്റരത്ത ഒരു പിടുത്തം ഇത്ര ചിറ്റരത്ത എടുക്കുക, അത്ര തന്നെ കറാമ്പൂവ് എടുക്കുക. കറാമ്പൂവ് ഒരു പിടുത്തം ഇതിലേക്ക് വാരിയിടുക. എന്നിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുക. ഇടിച്ചെടുത്ത ചിറ്റരത്തയും കറാമ്പൂവും ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് 10 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ചൂടിൽ ആ വെള്ളം വായിൽ കവിൾ കൊള്ളുക അല്ലെങ്കിൽ കൊപ്പിളിക്കുക. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോവ് ഓയിൽ, അതായത് ഗ്രാമ്പൂ തൈലം. ഈ ഗ്രാമ്പൂ തൈലം പല്ലുവേദനയ്ക്ക് നല്ല റിസൾട്ടുള്ളൊരു ഔഷധം തന്നെ. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രയോഗം. ഒരു പഞ്ഞിയോ കോട്ടൻ്റെ തുണിയോ എടുത്തതിന് ശേഷം 2-3 തുള്ളി ഗ്രാമ്പൂ തൈലം ഒഴിക്കുക. ഗ്രാമ്പൂ തൈലം ഒഴിച്ചതിന് ശേഷം പല്ലുവേദനയുള്ള ഭാഗത്ത് നന്നായിട്ട് കടിച്ചു പിടിക്കുക. അങ്ങനെ കടിച്ചു പിടിക്കുകയാണെങ്കിൽ പല്ലുവേദന നിശ്ശേഷം മാറ്റിയെടുക്കാം. ഒരു ദിവസം 1-2 പ്രാവശ്യം ഇത് പ്രയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്സ് നോക്കാം. വേപ്പിൻ തൊലി കടുക്ക. വേപ്പിൻ തൊലി കടുക്കയും ആയുർവേദ കടകളിൽ വാങ്ങാൻ കിട്ടും. കടുക്ക ഒരു പിടുത്തവും വേപ്പിൻ തൊലി കഷ്ണമാക്കിയത് ഒരു പിടുത്തം എടുക്കുക. പാത്രത്തിലേക്കിട്ട് 10 ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വായിൽ കവിൾ കൊള്ളുക, കൊപ്പിളിക്കുക. 5 ദിവസം തുടർച്ചയായി ചെയ്താൽ പല്ലുവേദന നിശ്ശേഷം മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, പല്ലുവേദനയ്ക്ക് നാലാമത്തെ ടിപ്സായ സപ്സം. ഇതാണ് സപ്സം. സപ്സം ഇങ്ങനെ അറബിയിലും ഹിന്ദിയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. സപ്സം ഇതൊരു യുനാനി തുള്ളിമരുന്നാണ് കേട്ടോ. വളരെ റിസൾട്ടുള്ളൊരു ഔഷധമാണ് സപ്സം. പിന്നെ വീട്ടിൽ വാങ്ങി വെച്ചാൽ വേറെ പല രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷെഡുണ്ട്. ഇത് ശരിക്ക് വായിക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്ക് ഇതിലുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. പക്ഷേ നമുക്ക് പല്ലുവേദനക്കാണ് ഇത് കൂടുതൽ റിസൾട്ട് കിട്ടിയത്. മറ്റുള്ള രോഗങ്ങൾക്ക് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഔഷധമാണ് പല്ലുവേദനയ്ക്ക്. അപ്പോൾ ഇത് പല്ലുവേദനയ്ക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഗ്രാമ്പൂ തൈലം വെച്ചതുപോലെ ഒരു കോട്ടൻ്റെ തുണിയോ ഒരു പരുത്തി ഒരു പഞ്ഞിയോ എടുത്തിലേക്ക് 2-3 തുള്ളി സപ്സം ഒഴിച്ചതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് കടിച്ചു പിടിക്കുക. ഇത്ര ചെയ്താൽ മതി. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഔഷധമാണ്. നിങ്ങൾക്കിത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം. പല്ലുവേദന ഉള്ളവർക്ക് വളരെ എഫക്റ്റീവ് ആവും. ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി അതുവരേക്കും ഗുഡ് ബൈ.